പ്രവാചകൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിലത്തെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ ഖുതുബ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1936 സമസ്ത മീൻചന്തയിൽ നടത്തിയ സമ്മേളനമുണ്ട്. ആ മീൻചന്ത സമ്മേളനത്തിൽ മലയാള ഭാഷയിലുള്ള ഖുതുബ മാറി അറബിയിലേക്ക് വരണമെന്ന് സമസ്ത പ്രമേയം പാസ്സാക്കും. മറ്റു മിനിറ്റ് നമുക്ക് പറയട്ടെ. പാസ്സാക്കുമ്പോൾ അതിനു മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന സുന്നി പള്ളികളടക്കം, അന്ന് സുന്നി മുലേതൊന്നുമില്ല ആ നിലക്ക് നോക്കുകയാണെങ്കിൽ, ആ സമയത്തുള്ള പള്ളികളിൽ കൊടുങ്ങല്ലൂരടക്കം അന്ന് മലയാളത്തിലെ ഖുതുബ ഉള്ളത്. ആ ഉലമാക്കള് ഇത് കാണാനിട്ടാണോ? അത് മാത്രമല്ല, ഇന്നും കേരളത്തിൽ മുജാഹിദുകളുടേതല്ലാത്ത, ജമാഅത്തെ ഇസ്ലാമിന്റേതല്ലാത്ത ആ നിലക്ക് സുന്നികൾ മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളികളുണ്ട്. ഇദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഖുതുബ പരിഭാഷപ്പെടുത്തണം നമ്മളുടെ സഹോദരങ്ങൾക്ക്. ലോക ചരിത്രത്തിൽ 1300 വർഷത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ലോക ചരിത്രത്തിൽ എവിടെയും ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഒരു മിമ്പറിലും ഒരു രാജ്യത്തും ഒരു ഇമാമും നടത്തിയിട്ടില്ല. ഷാഫി ചെയ്തിട്ടുണ്ടോ? ബുഖാരി ചെയ്തിട്ടുണ്ടോ? അബു ഹനീഫ് ഇമാമ് ചെയ്തിട്ടുണ്ടോ? സഹാബി ചെയ്തിട്ടുണ്ടോ? താബീത്ത? എന്താ ചോദ്യം ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ ആ ചോദ്യം ഒന്നും പെടല്ല, എവിടെ ഒരു തെളിവില്ല. പക്ഷേ ഇദ്ദേഹം സമർത്ഥിച്ച എന്താ അറിയോ? മനസ്സിലാക്കേണ്ടത് 1936 മീൻചന്തയിൽ നടത്തിയ സമ്മേളനമുണ്ട്. ആ മീൻചന്ത സമ്മേളനത്തിൽ മലയാള ഭാഷയിലുള്ള ഖുതുബ മാറി അറബിയിലേക്ക് മാറണമെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടെന്ന് കിട്ടിയില്ലേന്ന്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. 1936 അങ്ങനെ ഒരു മീൻചന്തയിൽ സമ്മേളനം കൂടിയില്ല സഹോദര. 1946 1936 നിങ്ങളാ കൂടിയത്. നിങ്ങൾ കൂടി പുണർപ്പയിൽ യോഗം ചേർന്നിട്ട് അവിടെ തീരുമാനിച്ചു, മിന്നൈസു ഇന്ന ഖുതുബത്തൽ ജുമാഅത്തിൽ ജാരിയത്ത ഗൈറു മഫ്ഹൂമത്തിൽ ലിആമ്മത്തിന്നാസ് ലികൗനിഹ അറബിയത്തൻ സഅബത്തൽ ഫഹ്മി വൽഹഖു അൻ തകൂന മഫ്ഹൂമത്തൻ തുർഷിദു ഹാദിഹിൽ ജംഇയ്യത്തു ഖുതബാ അൽ മസാജിദി വമുതവല്ലിഹ അൻ യുതർജിമുൽ ഖുതുബത ബിഹൈസു യഫ്ഹമുഹ സാമിഊൻ എന്ന്. നിങ്ങളന്ന് നടന്നു വരുന്ന ഖുതുബ മനസ്സിലാകുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണമെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്ന് 1936 നിങ്ങൾ തീരുമാനിച്ചതാ. അപ്പോൾ 1947 മീൻചന്തയിൽ, 47 മീൻചന്തയിൽ, 1947 മാർച്ച് 15 ശനിയാഴ്ച രാത്രി 8 മണിക്ക് കോഴിക്കോട് മീൻചന്തയിൽ അവിടെ ഒരുമിച്ച് കൂടിയിട്ടാണ്. അവിടുത്തെ പ്രമേയമാണ് ജുമാഅയുടെ ഖുതുബയിൽ അറബി അല്ലാത്ത മറ്റു ഭാഷകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുങ്കറത്തായ ബിദ്അത്തുമാണെന്ന് ഉണർത്തിയെന്ന്. അവിടെയാണ്, അല്ലാതെ 1936 നോക്കൂ നിങ്ങൾ, ലോക ചരിത്രത്തിൽ എവിടെയും അതിന് പ്രമാണമില്ല. എല്ലാവരും ജുമാ ഖുതുബ അറബിയിലുള്ളിടത്ത് മാത്രമേ പങ്കെടുക്കാവുള്ളൂ, ബാക്കി വഴിയെ പറയാം.